ഇന്ന് എനിക്ക് ബിരിയാണി വെച്ചപ്പോൾ നല്ലൊരു അബദ്ധം പറ്റിട്ടോ. എന്താന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റിൽ തന്നെ ഞാൻ റൈസാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. തുടക്കത്തിൽ ഒരു തട്ടിക്കൂട്ട് കുക്കർ ബിരിയാണിയാണ് ഉദ്ദേശിച്ചത്. പക്ഷേ സ്പേസ് കിട്ടിയില്ലെങ്കിലോ കുക്കറിലെന്ന് വിചാരിച്ചിട്ട് രണ്ട് സെപ്പറേറ്റ് ആക്കിയിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ആദ്യം തന്നെ ഒരു 5 ലിറ്ററിന്റെ കുക്കർ എടുത്തതിലേക്ക് സൺഫ്ലവർ വെച്ചതിന് ശേഷം ഗ്രാമ്പൂ, പട്ട, ഏലക്ക അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഇട്ട് കൊടുത്തൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം സവാള ഇട്ട് കൊടുത്തു. സവാള നിന്ന് വഴറ്റിയതിന് ശേഷം ക്യാരറ്റ്, ഉപ്പ് കൊടുത്ത് അരിയും കൂടി ഇട്ട് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ട് അതിലേക്ക് വെള്ളം കൂടി വെച്ച് കൊടുത്തിട്ടോ. 3 ഗ്ലാസ് അരി എടുത്തു, അതിന് 6 ഗ്ലാസ് വെള്ളം കൊടുത്തിട്ടുണ്ടായിട്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ കുറച്ച് മാഗി ഉണ്ടാക്കി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല പഴുത്ത ചക്ക ഉണ്ടായിരുന്നു, അതുകൂടിയും കഴിച്ചു. കഴിക്കുന്ന ടൈമിൽ നെയ്ച്ചോറ് അവിടെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമുക്ക് മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റിൽ തന്നെ ഞാനൊരു പാൻ എടുത്ത് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്ത് ചിക്കൻ ഒന്ന് പൊരിച്ചെടുക്കുകയാണ് കേട്ടോ. ചിക്കനിൽ ഓവർ മസാലയും കാര്യങ്ങളും ഇല്ല, കളറും ഞാൻ ആഡ് ചെയ്തിട്ടില്ല. നല്ല രീതിക്ക് ഒന്ന് പൊരിച്ച് മാറ്റിയെടുക്കേണ്ടത്, നല്ല മുരിച്ചെടുക്കണില്ല. ഏകദേശം ഇതേപോലെ ഒന്ന് സെറ്റ് ആയതിനു ശേഷം വേറെ പാത്രത്തിലേക്ക് കോരി മാറ്റിയെടുക്കുകയാണ് കേട്ടോ. കോഴി പൊരിച്ച എണ്ണ മാറ്റണില്ല കേട്ടോ, അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് എണ്ണയിൽ കോഴി പൊരിച്ചെടുത്തത്. ആ എണ്ണയിൽ തന്നെ നമ്മൾ സവാളയിൽ നിന്ന് നല്ല രീതിക്ക് റോസ്റ്റ് ചെയ്ത് മാറ്റി വെക്കണം. നമുക്കത് ദമ്മിടുന്ന ടൈമിൽ മതിയല്ലോ, അതുകൊണ്ട് തന്നെ ഇത് അങ്ങോട്ട് മാറ്റി വെക്കുന്നുണ്ട്. കുറച്ച് അണ്ടിപ്പരിയും മുന്തിരിയും കൂടിയും വറുത്ത് കോരി വെച്ചിരിക്കണം. അത് കുറച്ച് അകലം വെച്ചാലേ ദമ്മിടുന്ന ടൈമിൽ നമുക്ക് കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഞാൻ തന്നെ അത് ഫുള്ള് തിന്ന് തീർക്കും. ഈ വറുത്തത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് അല്ല, അപ്പം ഞാനതിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും. പിന്നെ അതേ എണ്ണയിൽ നമ്മൾ സവാള ഇട്ട് വഴറ്റി കൊടുക്കുന്നത് മസാലയ്ക്ക് വേണ്ടിയിട്ടില്ലാണ്ടോ. പിന്നെ ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും കൂടി അരച്ചത് ചേർത്ത് കൊടുക്കേണ്ടത്. നല്ല രീതിക്ക് ഒന്ന് വഴണ്ടി വരുമ്പോൾ തക്കാളി ഇട്ട് കൊടുക്കുക. 2 തക്കാളി ഉണ്ടോ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കണേ. ഈ മസാല നല്ല രീതിക്ക് വാട്ടിയെടുക്കണം എന്നുള്ളത് കേട്ടുകൊണ്ട്, അതുകൊണ്ട് തന്നെ ഇന്ന് നല്ല രീതിക്ക് വാട്ടിയെടുക്കുന്നുണ്ട്. തക്കാളി ഏകദേശം ഒന്ന് സെറ്റ് ആയതിനു ശേഷം കുറച്ച് ക്യാരറ്റും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ മസാലയിലെ ലാസ്റ്റ് സ്റ്റെപ്പ് ആയിട്ടുള്ള കറിവേപ്പില, മല്ലിയില, പുതിനയില ഇതൊക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. കുറച്ച് അധികം തന്നെ മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. പുതിനയില എൻ്റെ കയ്യിൽ ഞാൻ പറഞ്ഞല്ലോ തട്ടിക്കൂട്ട് ഐറ്റാണ് ഉണ്ടാക്കണേ എന്നുള്ളത്. ഉള്ളത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് കടയിൽ പോയി ഒരു ഐറ്റംസ് വാങ്ങിയിട്ടല്ല കേട്ടോ. പിന്നെ അതിലേക്ക് ഞാൻ ചിക്കൻ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. കുരുമുളക് പൊടി, ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഉപ്പൊക്കെ നോക്കിയിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ലാസ്റ്റിൽ നമ്മൾ ഈ ഒരു തൈരാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. അത് നല്ല കട്ട തൈരാണ്. അതും കൂടി കൂട്ടി മിക്സ് ചെയ്തിട്ട് പിന്നെ നമ്മൾ പൊരിച്ച് മാറ്റി വെച്ച ചിക്കനും കൂടി അതിൽ ആഡ് ചെയ്ത് നല്ല രീതിക്ക് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു മസാലയിൽ ഞാൻ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു ചിക്കനിൽ ഈ ഒരു മസാല നല്ല രീതിക്ക് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതേപോലെ ഒന്ന് വറ്റിച്ചെടുത്തിട്ടാണ് നമ്മൾ ദം ചെയ്യണത്. അപ്പോൾ അത് നമ്മളെ റൈസൊക്കെ അവിടെ ഏകദേശം സെറ്റായി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ സാധാരണ ലെയർ ആയിട്ടാണ് ദമ്മിടല്. ഇതിപ്പോൾ അങ്ങനെയൊന്നും നോക്കിയിട്ടില്ല കേട്ടോ. നമ്മൾ താഴെ മസാല വെച്ചിട്ട് റൈസ് എല്ലാം മുകളിൽ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തു. ദമ്മിടലൊക്കെ പിന്നെ എല്ലാവരും ഒരുപോലെ തന്നെ ആയിരിക്കും. പിന്നെ അതാ കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. അതായത് ബിരിയാണി മസാല കുറച്ച് പൊടിച്ച് മാറ്റി വെച്ചതുണ്ടായിരുന്നു, അത് ഇട്ട് കൊടുത്തു. മല്ലിയില ഇട്ട് കൊടുത്തു, പുതിനയില ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച ഉള്ളി, പിന്നെ അതിലേക്ക് അണ്ടിപ്പരിപ്പ്, മുന്തിരി എല്ലാം കൂടി ഇട്ട് ഒന്ന് സെറ്റാക്കി എടുത്തിട്ട് അങ്ങോട്ട് മൂടി വെച്ചു. ഇനിയാണ് എനിക്ക് ആ ഒരു അബദ്ധം പറ്റിയത് കേട്ടോ. ഞാൻ ഈ ഒരു സംഭവം ദമ്മിലിട്ടിട്ട് സിമ്മിലിട്ട് പോയിരുന്നു ഗ്യാസ്. പിന്നെ ഞാൻ അതങ്ങോട്ട് ഓഫാക്കാൻ മറന്നു. സിമ്മിലായതുകൊണ്ട് വലിയ രീതിയിലുള്ള അപകടങ്ങളൊന്നും പറ്റിയില്ലെങ്കിലും അവിടെ ഇവിടെയും ചെറുതായിട്ട് കരിഞ്ഞു പിടിച്ച പോലെ ഉണ്ടായിരുന്നു. പിന്നെ ഇതാ ഈ ഒരു ചോറ്റുപാത്രത്തിൽ നിതക്കുള്ളതാണ് ആക്കുന്നത്. ഡോള് ടേസ്റ്റ് നോക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ തറവാട്ടിക്കുള്ള ഒരു മാറ്റി വെച്ച് നിഷാന് കഴിക്കാനുള്ളത് വേറെയും വെച്ച് ഞാൻ നേരെ മാളിക്കുന്ന് പോകുന്നു. അപ്പോൾ എന്തായാലും വീഡിയോ ഇത്രയുള്ള ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക.